നിന്നിലലിയ രചന ആഷ്ലി, അവതരണം സാലിം കരുണ. നിനക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ നീയ? രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഇത്രയും ശത്രുതയുണ്ടായെന്ന് അറിഞ്ഞിട്ടും എന്തിനു വേണ്ടിയാടി അവനോട് അടുത്തേ? അവസാനം നീ എന്താ നേടിയത്? ജന്മം തന്ന അമ്മയെ വരെ കൊലക്ക് കൂടുതലടി നീ. അവസാനം പറയുമ്പോഴേക്കും വാക്കുകളിൽ ഇടറിപ്പോയിരുന്നു ലിയോണിൻ്റെ. എന്നാൽ നീ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ചലനമില്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരുമായി ഇരിക്കുകയായിരുന്നു. തൻ്റെ മമ്മ പോയി, അതിന് കാരണക്കാരൻ ഞാനാണ്. അതുമാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ അലതല്ലിക്കൊണ്ടിരുന്നത്. നീയെ പൂച്ചത്തോടെ നോക്കി നിറഞ്ഞൊഴുകിയ തൻ്റെ കണ്ണുകളെ പുറം കൈയാൽ അമർത്തി തുടച്ച് ലിയോൻ അവിടെ നിറങ്ങി. മോനെ ലിയോൺ. മാത്യൂസ് വേഗം പോയി അവൻ്റെ പിറകിന്ന് പിടിച്ചു. വേണ്ടെങ്കിലേ, നിൽക്കുന്നില്ല, പോകുക. അവിടെ അന്യനാട്ടിൽ തണുത്ത് കിടക്കുന്ന എൻ്റെ മമ്മിയുടെ ശരീരം ഏറ്റുവാങ്ങണ എനിക്ക്. അതിന് പോകുക ഞാൻ. അയാളോട് അത്രയും മാത്രം പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചങ്ക് തകർന്നു പോകുന്ന അവനെ കണ്ടതും അയാളുടെ ഉള്ളുമൊന്ന് പെടിഞ്ഞു. ജൂലിയുടെ മരണവാർത്ത കുരിശുമുറ്റത്ത് എത്തി. സഹോദരിയുടെ മരണം എബ്രഹാമിനെ വേദനിപ്പിച്ചു. ഇവാനിയ ജൂലിയുടെ മകളാണെന്നും അവൾ കള്ളം പറഞ്ഞ് ആൽവിയെ ചതിക്കാനാണ് കമ്പനിയിൽ കയറിയതെന്നും അഹാൻ അയാളോട് പറഞ്ഞിരുന്നു. എബ്രഹാമിനത് വലിയ ഷോക്കായിരുന്നു. നിയയിൽ നിന്നും അങ്ങനൊന്നും അയാൾ പ്രതീക്ഷിച്ചില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരിൽ ഒരാളായിരുന്നവൾ. ആൽഫിക്ക് വേണ്ടി നീയെ ആലോചിച്ചാലെന്ന് വരെ ചിന്തിച്ചതാണ്. അപ്പോഴാണ് കമ്പനിയിൽ നടന്നതൊക്കെ അറിഞ്ഞത്. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരുന്നപ്പോൾ ജൂലിയുടെ മരണവാർത്തയും അത് എബ്രഹാമിനെ കൂടുതൽ തളർത്തി. നാട്ടിലെ ഇടവക പള്ളിയിലെ സെമിത്തേരിയിൽ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ജൂലിയുടെ അന്ത്യകൂദാശം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാന മുത്തം കൊടുക്കാനായി അച്ഛൻ പറഞ്ഞതും ഓരോരുത്തരായി മുൻപോട്ട് വന്നു. റീത്തയുടെ കൈകളിൽ താങ്ങി നീയെയും. നിർജീവമായിരുന്നവള് ഈ നേരം വരെ ഒന്ന് പൊട്ടിക്കരയുക പോലും ചെയ്തിരുന്നില്ല. ശ്വാസമുള്ള ശരീരത്തിൽ ജീവനറ്റതുപോലെയായിരുന്നവൾ മുട്ടുകുത്ത് ജൂലിക്കടുത്തേക്ക് ഇരുന്ന് വിറയാർന്ന കൈകളാൽ അമ്മയുടെ മുഖത്തേക്കോൾ തൊട്ടു. അമ്മ, അമ്മ പോവാണോ? എൻ്റെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞിട്ട് നീ കൂട്ടി ചാൻ്റെ അരികിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒറ്റയ്ക്ക് പോയേ. എൻ്റെ അമ്മ എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയത്. വാവിട്ട് കരഞ്ഞുകൊണ്ടവൾ ജീവനില്ലാതെ കിടക്കുന്ന തൻ്റെ അമ്മയുടെ നെഞ്ചിലേക്ക് വീണു. എനിക്കിനി ആരാമ്മയുള്ളേ? ആർക്കും വേണ്ടാത്തവളായില്ലേ അമ്മേ ഞാൻ? എന്നെ കൂടെ കൊണ്ടുപോകൂടായിരുന്നോ? എന്തിനാ ഒറ്റക്കാക്കി പോയമ്മ? നെഞ്ച് പൊട്ടിയവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. സകലതും നഷ്ടപ്പെട്ടവളെ പോലെയുള്ള അവളുടെ ആ നിലവിളി അവിടെ കൂടുന്നവരുടെ എല്ലാം കണ്ണുകൾ ഇറനാക്കി. അനിയത്തിയുടെ കരച്ചിൽ ലിയോണിന്റെ ചങ്ക് പൊട്ടിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അമ്മയുടെ മരണത്തിന് ഉത്തരവാദി അവളാണെന്ന ചിന്തയിൽ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മുതിരാതെ അവൻ നിന്നു. ദിവസങ്ങൾ മുൻപോട്ട് മിന്നി മാഞ്ഞു. ജൂലി മരിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. നിയയും ലിയോണും എല്ലാം നാട്ടിൽ തറവാട്ടിൽ തന്നെയാണ്. റീത്തയും മാത്യൂസും ഒക്കെ ജൂലിയുടെ 41 കഴിഞ്ഞപ്പോൾ മുംബൈയിലേക്ക് തിരികെ പോയിരുന്നു. നീയാണെങ്കിൽ ആകെ തളർന്നിരുന്നു. ആ വലിയ വീടിൻ്റെ ഒരു കോണിൽ അവൾ ഒറ്റക്കായി. അപ്പനും മാങ്ങളെയും വരെ മാറ്റി നിർത്തിയപ്പോൾ അവൾക്ക് ആകെ താങ്ങായി അരികിലുണ്ടായിരുന്നത് അവളുടെ വല്യമ്മച്ചിയായിരുന്നു. അവളെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും വല്യമ്പിച്ച് അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ നീയയുടെ തലവിധി വീണ്ടും മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. അന്ന് നീയയും വല്യമ്മച്ചി ജോണും മാത്രം വീട്ടിലുണ്ടായിരുന്ന ദിവസം വല്യമ്മച്ചിയുടെ കരച്ചിൽ കേട്ട് ജോൺ ഓടി അവിടെ അടുത്തേക്ക് ചെന്നതും കണ്ടത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന നീയെ പിടിച്ച് കരയുന്ന തൻ്റെ അമ്മയെയാണ്. മോനെ, നിയമോള് പെട്ടെന്ന് തലകറക്കി വീണടാ. നീ വേഗം കൊച്ചിനൊന്ന് ആശുപത്രി കൊണ്ടുപോകും. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ജോൺ നിലത്തിയെന്ന് നീയെ എടുത്ത് പയ്യെ കട്ടിലേക്ക് കിടത്തി. നീയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആലോചിച്ചപ്പോഴാണ് ജോൺ ലിസിയെ പറ്റി ഓർത്തത്. ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ജോണിൻ്റെ സുഹൃത്തിൻ്റെ വൈഫായ ലിസി. അവർ തൊട്ടടുത്ത് തന്നെയാണ് താമസം. ജോൺ വേഗം ഫോണെടുത്ത് ലിസിയെ വിളിച്ചു. അധികം താമസിയാതെ ലിസി എത്തുകയും ചെയ്തു. ലിസി വേഗം തന്നെ നീയെ നോക്കുവാൻ തുടങ്ങി. വല്യമ്മച്ചി അവളുടെ അടുത്ത് തന്നെ ഇരുന്നു. എന്താ ലിസി, എന്നതാ എൻ്റെ കൊച്ചിന് പറ്റിയേ? ലിസിയുടെ മുഖഭാവം പെട്ടെന്ന് മാറിയത് കണ്ട് വല്യമ്മച്ചി പരിഭ്രമത്തോടെ അവരോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല അമ്മച്ചി, പേടിക്കാനും മാത്രം ഒന്നുമില്ല. BP ഒന്ന് കൂടിയതിൻ്റെയാ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓ എൻ്റെ വ്യാകുല മാതാവേ, നീ കാത്തു. ഒരു വക കഴിക്കത്തില്ലേ ഈ കൊച്ച്. ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞാലേ എന്തെങ്കിലും ഒന്ന് ഉള്ളിലോട്ട് ഇറക്കുന്നത് തന്നെ. അതിൻ്റെ ആവും ഇതൊക്കെ. എന്തായാലും കർത്താവ് കാത്തു. ലേസി പറഞ്ഞത് കേട്ട് വല്യമ്മച്ചി നെഞ്ചിൽ കൈവച്ച് സമാധാനത്തോടെ പറഞ്ഞു. എന്നാ അമ്മച്ചി, ഞാൻ പുറത്തേന്ന് ജോണച്ചാനൊന്ന് കാണട്ടോ. പറഞ്ഞുകൊണ്ട് ലിസി മുറിക്ക് പുറത്തേക്ക് പോയി. ജോൺ വെളിയിൽ ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു. ലിസി അവളുടെ അടുക്കിലേക്ക് ചെന്നു. എന്താ ലിസി, എന്താ നീക്ക് പറ്റിയത്? ലിസിയുടെ മുഖം കണ്ട് സംശയത്തോടെ ജോൺ ചോദിച്ചു. അച്ചായ, കാര്യം കുറച്ച് സീരിയസാ. നീ പ്രഗ്നൻ്റ് ആണ്. വാട്ട്? അവർ പറഞ്ഞത് കേട്ട് ജോണൊന്ന് ഞെട്ടി. നോ,
വേ അങ്ങനെ വരില്ല ലിസി, നിനക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാവും. ലിസിയുടെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ ജോൺ തിരിച്ചു പറഞ്ഞു. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്ക് തെറ്റുപറ്റാനോ? 17 വർഷമായി ഞാൻ ഈ ഡോക്ടർ പണി തുടങ്ങിയിട്ട്. മാത്രമല്ല 2 പിള്ളേരെ ഞാനും പ്രസവിച്ചതാ. ഇതെനിക്ക് തെറ്റിയതൊന്നും അല്ല അച്ചായ. നീ കൺസീവാണ്, അതാണ് സത്യം. ലിസി ഉറപ്പോടെ പറഞ്ഞതും ജോൺ ഒരു നിമിഷം നിശബ്ദമായി. ലിയോണിൽ നിന്ന് നീയെ പഠിക്കാനെന്ന വ്യാജേന മുംബൈയിലെത്തി ആൽഫിയുമായി പ്രണയത്തിലായതെന്ന് അറിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫിയുടെ കുഞ്ഞാണ് നീയുടെ വയറ്റിൽ വളരുന്നത് അയാൾ ഓർത്തു. അച്ചായ, കുറെ നേരമായി മൗനമായി നിൽക്കുന്ന ജോണിനെ ലിസി വിളിച്ചു. എനിക്കറിയാം അച്ചായൻ്റെ മനസ്സിലിപ്പോഴെന്താണെന്ന്. മിന്നുകെട്ട് കഴിയാത്ത മകൾ പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞാൽ ഏതൊരപ്പനും പാനിക്കാകും. പക്ഷേ എടുത്ത് ചാടിയൊരു തീരുമാനം എടുക്കരുത്. കൊച്ചുണർന്ന ആരാ എന്താണെന്നൊക്കെ അവളോട് ചോദിച്ച് ഇതിനൊരു പരിഹാരം കാണണം. എടിപിടിയൊന്നും ചെയ്യരുതേ. ലിസി ശാന്തമായി പറഞ്ഞതും അയാളൊന്നും മൂളി. എന്നാൽ ഞാൻ ഇറങ്ങുക അച്ചായ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പറഞ്ഞുകൊണ്ട് ലിസി അവിടുന്ന് ഇറങ്ങി. കാലിന് മുകളിലേക്ക് കാലെടുത്ത് വെച്ച് ജോൺ ഹാളിലെ കസേരയിലേക്ക് ഇരുന്നു. വേണ്ട, കുരിശുമറ്റത്തെ വിധ തരങ്ങൻ കുടുംബത്തിൽ ജനിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പിഴച്ച കുഞ്ഞ് എൻ്റെ വീട്ടിൽ വേണ്ട. അത് ജനിക്കും മുമ്പ് തന്നെ അതിനെ ഇല്ലാതാക്കണം. തൻ്റെ കൈമുഷി ചൂട്ടി അയാൾ ആലോചിച്ചു. മകളുടെ ഉദരത്തിലുള്ള ജീവനെ നശിപ്പിക്കാൻ ജോൺ തയ്യാറെടുത്തു. അങ്ങ് മുംബൈയിൽ ആൽഫിയുടെ അവസ്ഥയും മോശമായിരുന്നു. നിയയുമായി പിരിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വീട്ടിലെത്തിയിരുന്നു. ആരോടും മിണ്ടാതെ തൻ്റെ മുറിയിൽ കയറി ലോക്ക് ചെയ്തിരിക്കും. രാവെന്നോ പകലെന്നോ ഇല്ലാതെ മതിവരാതെ കുടിക്കും. ഈ ഒരു പ്രായത്തിനിടയിൽ ആരോടും ഒരു പെണ്ണിനോടും ഇഷ്ടം തോന്നിയിട്ടില്ലായിരുന്നു. ആദ്യമായി ഇഷ്ടം തോന്നിയത് അവളായിരുന്നു. സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് അവളെയായിരുന്നു. എന്നാൽ കൂടെ നിന്ന് മോഹിപ്പിച്ച് ഇഷ്ടം നടിച്ചത് ചതിക്കാനായിരുന്നെന്ന് അവൻ ഉൾക്കൊള്ളാനായില്ല. അത്രത്തോളം സ്നേഹിച്ചിരുന്നു അവൻ അവളെ. അവൾ ചെയ്തതൊക്കെ പുറത്ത് അവളെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നു. എന്നാൽ അപ്പോൾ മനസ്സിൽ വരിക ജന്മം തന്ന സ്ത്രീയാണ്. അമ്മയെപ്പോലെ തന്നെയല്ലേ അവളും ചെയ്തെന്ന് ഓർക്കും. സ്നേഹിച്ചവനെ ചതിച്ചവൾ. ഇടയ്ക്ക് വീട് ഓർമ്മകൾ വല്ലാതെ രച്ചു കയറുമ്പോൾ അവളുടെ പേര് വിളിച്ചാലും ചിലപ്പോൾ ഇറങ്ങി ഒറ്റ പോക്കാകും. പിന്നെ കുടിച്ച് ബോധമില്ലാതെ തിരികെ വരും. ഇതെല്ലാം കണ്ട് സങ്കടപ്പെടാൻ എബ്രഹാമിനും മനുവിനായുള്ളൂ. തൻ്റെ സഹോദരൻ്റെ അവസ്ഥ കാണുന്നതോറും നീയോടുള്ള ദേഷ്യം മനുവിലെട്ടിച്ചു. ശിവയെ നഷ്ടപ്പെടുമോ എന്ന ഭയം ഉള്ളിൽ മൂടിയപ്പോഴാണ് ക്രിസ്റ്റീനൊപ്പം നിന്നു കൊടുത്തത്. നിയയിൽ നിന്നും ഒരു തെറ്റുണ്ടായ അവളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നു ഓർത്തു. ശിവേട്ടന് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നീയെ തരംഗം കൊടുത്തൊരു പെണ്ണാണെന്നും ചേട്ടായിയെ ചതിക്കാനാണ് കമ്പനിയിൽ കയറിക്കൂടിയെന്നും അറിഞ്ഞപ്പോൾ സഹിച്ചില്ല. വെറുപ്പ് തോന്നി. തന്നോട് കൂട്ടുകൂടിയതും സ്നേഹിച്ചതുമൊക്കെ തങ്ങളെ ചതിക്കാൻ വേണ്ടിയാണെന്നത് ദേഷ്യം കൂട്ടി. ഒടുവിൽ തൻ്റെ ചേട്ടായിയുടെ കഷ്ടപ്പാട് അവളുടെ ആങ്ങളൊക്കെ നേടിക്കൊടുത്തപ്പോൾ അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അതാണ് ക്രിസ്റ്റീനയുടെ കൂടെ നിന്നത്. പക്ഷേ ഇതിനിടയിൽ ആൽഫിയും അവളെ സ്നേഹിച്ചിരുന്നത് അനുവിന് വിശ്വസിക്കാനായില്ല. എല്ലാം കൊണ്ടും നീയെ വല്ലാതെ വെറുത്തിരുന്നു അനു. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? നീയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനോ? ജോണിൻ്റെ ആവശ്യം കണ്ട് ലിസി ഞെട്ടലോടെ ചോദിച്ചു. ലിസി, എനിക്ക് വേറെ വഴിയില്ല. ഇപ്പോൾ ഇങ്ങനൊരു കുഞ്ഞ് അതും അപ്പനില്ലാതെ ഉണ്ടായാൽ അതൊരു പിഴച്ച കുഞ്ഞാവും. നിനക്കറിയാവോ, നീയെ സ്നേഹിച്ചവൻ അവളെ ചതിച്ചതാ. അവൻ എൻ്റെ മോളെ ഇനി സ്വീകരിക്കാനൊന്നും വരില്ല. അതുകൊണ്ടാ ലിസി ഞാനിത് നിന്നോട് പറഞ്ഞത്. 20 വയസ്സേ ആവുന്നുള്ളൂ അവൾക്ക്. ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ആയാ എൻ്റെ മോളുടെ ജീവിതം തന്നെ തകർന്നില്ല ലിസി. ജോൺ കണ്ണുകൾ നിറച്ച് സങ്കടത്തിൽ പറഞ്ഞതും ലിസിയും വല്ലാതായി. അവരെന്ത് പറയണമെന്ന് അറിയാതെ മൗനമായി. കാര്യം ഏറ്റു തുടങ്ങിയെന്ന് ലിസിയുടെ മുഖത്തിൽ നിന്ന് ജോണിന് മനസ്സിലായി. രാത്രി തറവാട്ട് മുറ്റത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു ഇരുവരും. നീ അറിഞ്ഞ അവൾ ഒരിക്കലും ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കില്ല. കല്യാണം കഴിക്കാതെ അപ്പനില്ലാത്തൊരു കൊച്ചിനെ വളർത്തുന്ന മകളെ കൺമുന്നിൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്നോട് അപേക്ഷിക്കുന്നത്. സഹായിക്കണല്ലേ. നിനക്കൊരു മകളുള്ളതല്ലേ ലിസി. നീയേ അവളുടെ സ്ഥാനത്തൊന്നും ആലോചിച്ചാൽ പോരെ. ദയനീയമായി ജോൺ വീണ്ടും പറഞ്ഞതും ലിസി അയാളെ നോക്കി. അയാളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ജോൺ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്കും മനസ്സിലായി. മെഡിക്കൽ എത്തിക്സിനെതിരാണെങ്കിലും ചെയ്യുന്നത് തെറ്റാണെങ്കിലും കുഞ്ഞിനെ അബോധ ചെയ്ത് കളയാനുള്ള ടാബ്ലറ്റ് തരാമെന്ന് ലിസി പറഞ്ഞു. ലിസിയുടെ കണ്ണിലപ്പോൾ മകളെ ഓർത്ത് വിഷമിക്കുന്ന നല്ലവനായ അപ്പനായിരുന്നു ജോൺ. തൻ്റെ ആവശ്യം നടന്നെന്ന് മനസ്സിലായ ജോണിൻ്റെ മുഖത്തൊരു ചിരി നിറഞ്ഞു. അയാൾ മനസ്സാലെ സന്തോഷിച്ചു. എന്നാൽ അവരറിഞ്ഞില്ല അവരുടെ രണ്ടുപേരുടെയും സംസാരം ഒരു ചുമരിനപ്പുറം നിന്ന് വല്യമിച്ച് കേൾക്കുന്നുണ്ടായിരുന്നെന്ന്. കണ്ണുകൾ പതിയെ വലിച്ചു തുറക്കുമ്പോൾ തലക്ക് വല്ലാത്ത പെരുപ്പ് തോന്നി നീക്ക്. അവൾ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് മുറി തുറന്ന് അകത്തേക്ക് പപ്പഴത്തോടെ കയറി വരുന്ന വല്യമ്മച്ചിയെ അവൾ കാണുന്നത്. ആ, എൻ്റെ മോളെ എഴുന്നേറ്റോ, ഞാൻ നിന്നെ വിളിക്കാൻ വരുമായിരുന്നു. അകത്തേക്ക് കയറി നീയക്കരികിലേക്ക് വന്നിരുന്നവർ പറഞ്ഞു. എന്താ വല്യമ്മച്ചി മുഖം വല്ലാണ്ടിരിക്കുന്നേ? എന്നതൊരു പ്രശ്നമുണ്ടോ? വല്യമ്മച്ചിയുടെ മുഖത്തെ ടെൻഷനും കണ്ട് നീയെ ചോദിച്ചു. വല്യമ്മച്ചി ഒരു കാര്യം ഇപ്പം പറഞ്ഞാൽ
എൻ്റെ മോൾ അതനുസരിക്കണം. എൻ്റെ കുഞ്ഞിപ്പോൾ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് പോകണം. ഇന്ന് രാത്രിയിലെ ട്രെയിനിൽ തന്നെ മോള് മുംബൈക്ക് പോകണം. എന്താ വല്യമ്മച്ചി, എന്നാത്തിനത്? വേണം മോളെ, കാരണം ഇനി നീ ഈ വീട്ടിൽ നിന്നാ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നിന്റെ അപ്പം കൊന്നുകളയും. വല്യമ്മച്ചി ഒരു വിതമ്പലോടെ പറഞ്ഞതും നീ ഞെട്ടിപ്പോയി. കുഞ്ഞോ? എന്നതാ വല്യമ്മച്ചി ഇപ്പൊ പറഞ്ഞേ? അവള് വിശ്വാസം വരാതെ ചോദിച്ചതും വല്യമ്മച്ചി നീയുടെ വലത് കൈ എടുത്ത് അവളുടെ വയറിന് മുകളിൽ വെച്ചു. ദാ ഇവിടെ നിന്റെ നീലക്കണ്ണുള്ള രാജകുമാരന്റെ ജീവൻ തുടിക്കുന്നുണ്ട്. ഒരു ചെറു ചിരിയോടെ വല്യമ്മച്ചി പറഞ്ഞതും നീയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തന്റെ ഉദരത്തിലേക്ക് നോക്കി. കുഞ്ഞ്, ഞങ്ങളുടെ കുഞ്ഞ് തൻ്റെ ഉള്ളിൽ തുടിച്ചു തുടങ്ങിയോ? എൻ്റെ ഇച്ഛൻ്റെ ജീവൻ. അവളുടെ കണ്ണുകൾ തിളങ്ങി, ചുണ്ടിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചു. പെട്ടെന്ന് വല്യമ്മച്ചി തന്നോട് പറഞ്ഞു തോർത്തതും അവളുടെ ചിരി മാറി. വല്യമ്മച്ചി, പപ്പ അറിഞ്ഞോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന്? അതാണോ, അതുകൊണ്ടാണോ എന്നോട് ഇവിടുന്ന് പൊക്കോളാൻ വല്യമ്മച്ചി പറഞ്ഞത്? നീയെ പേടിയോടെ ചോദിച്ചു. അതേ മോളെ, സ്വന്തം മകനാണെങ്കിൽ ഞാൻ പറയുക, ദുഷ്ടനാവൻ നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കേട്ടതാ മോളെ. ഇനി നീ ഇവിടെ നിന്നാ നിങ്ങളെ രണ്ടുപേരെയും വല്യമ്മച്ചിക്ക് നഷ്ടാവും. ഇനിയൊരു വിപത്ത് കൂടി താങ്ങാൻ ഈ കിളവിക്കാവില്ല. അവര് പറഞ്ഞത് നീ ഓർത്തു. ശരിയാണ്, ഈ ചായനോടുള്ള ശത്രുതയുടെ പേരിൽ തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പോലും പപ്പ മടിക്കില്ല. ഓരോന്ന് ആലോചിച്ച് നിൽക്കാൻ സമയമില്ല മോളെ, പെട്ടെന്ന് ഇറങ്ങൂ. ഞാൻ പറഞ്ഞിട്ടാ നമ്മുടെ പിന്നാമ്പുറത്ത് സണ്ണിച്ചൻ കാറുമായി നിൽപ്പുണ്ട്. അവൻ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിടും. വേഗം വാ, നിന്റെ പപ്പ ഇവിടെ ഇല്ല. അവൻ വരും മുമ്പ് നമുക്ക് ഇറങ്ങണം, വാ. വല്യമ്മച്ചി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും നീയെയും വേഗം അവർക്കൊപ്പം നടന്നു. ഇനിയും ഇവിടെ നിൽക്കുന്ന തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവന ആപത്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആരും കാണാതെ അവരിരുവരും വീടിന് പുറകിലെത്തിയതും അവരെ കാത്തുന്നപ്പോൾ കാറുമായി ഡ്രൈവർ സണ്ണി നിൽപ്പുണ്ടായിരുന്നു. സണ്ണിച്ച, എൻ്റെ കുഞ്ഞിനെ നോക്കി കൊണ്ടുപോണേടാ. അതമ്മച്ചി പ്രത്യേകം പറയണോ? നീയെ കൊച്ചിനെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് ഞാൻ തിരികെ പോരൂ. വല്യമ്മച്ചി സണ്ണിയോട് പറഞ്ഞതിന് ചിരിയോടെ സണ്ണി മറുപടി കൊടുത്തു. വല്യമ്മച്ചി. കാറിൽ കയറും മുമ്പേ നീ അവരെ കെട്ടിപ്പിടിച്ചു. വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. എൻ്റെ കുഞ്ഞ് പോയിട്ട് നിന്റെ ചെറുക്കന് നിങ്ങളുടെ കുഞ്ഞുമായിട്ട് തിരിച്ചു വാ. വല്യമ്മച്ചി കാത്തിരിക്കും. അവളെ തിരികെ പോണമെന്ന് നീയുടെ മൂർധാവിൽ ചുംബിച്ചവർ പറഞ്ഞു. നീയെ കാറിൽ കയറി പോയതും തന്നെ നെഞ്ചിൽ കിടന്ന കൊന്തമാല മുറുകെ പിടിച്ചവർ പ്രാർത്ഥിച്ചു. ആൽഫിയുടെ കൂടെ അവൾ സന്തോഷത്തോടെ ജീവിക്കണേന്ന്.